سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض أعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون. കർത്താവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവന്റെ വിധിവിലക്കുകൾ കാത്തു സൂക്ഷിക്കണേ എന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഉണർത്തുകയാണ്, ഉദ്ബോധിപ്പിക്കുകയാണ്. മനുഷ്യനെ അല്ലാഹുവിന്റെയും അവന്റെ മലക്കുകളുടെയും ശാപം കിട്ടാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ഖുത്ബയിൽ ഇതിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിന്റെ ചില തുടർച്ചയായ കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അല്ലാഹു കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും അത് സമയാസമയം ഓർത്തെടുത്ത് ജീവിതത്തിൽ നടപ്പിലാക്കാനും സൂക്ഷിക്കേണ്ട മേഖലകൾ സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മലക്കുകൾ ശപിക്കുക എന്ന് പറഞ്ഞാൽ മലക്കുകൾ ഈ വ്യക്തിക്കെതിരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്തരം ചില സന്ദർഭങ്ങളുണ്ട്. മലക്കുകളുടെ പ്രാർത്ഥന നമുക്കെതിരായി മാറുന്ന ചില സന്ദർഭങ്ങൾ. മലക്കുകളുടെ പ്രാർത്ഥന പഠിച്ചാൽ തിരസ്കരിക്കില്ല, സ്വാഭാവികമായും അത് നമ്മെ ശക്തമായി ബാധിക്കും. കഴിഞ്ഞ ഖുത്ബയിൽ ആവർത്തിച്ച് നമ്മൾ ബോധ്യപ്പെട്ടതുപോലെ നമ്മുടെ ചില പ്രവർത്തനങ്ങൾ, ചില സമീപനങ്ങൾ, ചില വാക്കുകൾ, ചില നിലപാടുകൾ, അതിന് നമ്മൾ വിചാരിക്കുന്നതിലേറെ വലിയ പ്രത്യാഘാതങ്ങൾ ഈ ഭൂമിയിലും പരലോകത്തും ഉണ്ടാകും. അത് ബോധ്യപ്പെട്ടുകൊണ്ട് വേണം ഈ കാര്യങ്ങൾ കേൾക്കാൻ. അതിൽ ആദ്യത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു, ഓർക്കാൻ വേണ്ടി എന്നൊന്നുകൂടി പറയാം. അള്ളാഹുവിന്റെ ശറഅനെ മറച്ചു വെക്കുന്നവർ, അവർക്ക് അള്ളാഹുവിന്റെ ശാപം, മലക്കുകളുടെ ശാപം, മനുഷ്യരുടെ ശാപം എല്ലാം ഉണ്ട് എന്നാണ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ, നിശ്ചയം നാം അവതരിപ്പിച്ച വിശദീകരണത്തെയും നേർമാർഗത്തെയും ഒളിപ്പിച്ചു വെക്കുന്നവർ
മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസ്, ജനങ്ങൾക്കത് പൂർണ്ണമായി വ്യക്തമാക്കി കൊടുത്തതിന്റെ ശേഷം, സത്യസന്ധമായ അതിലെ അവസ്ഥകൾ വിശദീകരിക്കപ്പെട്ടതിനു ശേഷം അത് ബോധ്യപ്പെട്ട ആളുകൾ ഒളിപ്പിച്ചു വെക്കുന്നുവെങ്കിൽ ഉലൈക യലഅനുഹുമുല്ലാഹ്, അവർക്ക് അള്ളാന്റെ ശാപമുണ്ട്. അതുപോലെ തന്നെ യലഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കുന്നവരൊക്കെ അവരെ ശപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ്. വഇദാ ഖദല്ലാഹു മീസാഖല്ലദീന ഊതുൽ കിതാബ്, അള്ളാഹു വേദഗ്രന്ഥം നൽകിയ ജൂത ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്ന് ഒരു കരാർ വാങ്ങി. എന്താ? ലതുബയ്യിനുന്നഹു ലിന്നാസ് വലാ തക്തുമുനഹു, ജനങ്ങൾക്ക് അവരതൊക്കെ വിശദീകരിച്ചു കൊടുക്കുമെന്നും അത് ഒളിപ്പിച്ചു വെക്കുകയില്ല എന്നും അവർ എന്ത് ചെയ്തു? അള്ളാഹു അവരിൽ നിന്നൊരു വാക്ക് വാങ്ങി. പക്ഷെ അത് അവർ പാലിച്ചില്ല. لعن الذين كفروا من بني إسرائيل على لسان داوود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن المنكر فعلوه لبئس ما كانوا يفعلون. ബനൂ ഇസ്രായേലികളുടെ അടുത്തുനിന്ന് പടച്ചോൻ വാങ്ങിയ കരാറായിരുന്നു, നിങ്ങൾക്ക് വിശദീകരിക്കപ്പെട്ടതും ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങൾ ഞങ്ങൾ ഒളിപ്പിച്ചു വെക്കൂല, ഞങ്ങളത് പറയേണ്ട വിധം പറയും എന്നത്. പിന്നീട് ഖുർആൻ മറ്റൊരു വചനത്തിൽ പറയാണ്, ബനൂ ഇസ്രായേലികൾ ശപിക്കപ്പെട്ടു അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം, ഈസ അലൈഹിസ്സലാമിന്റെ നാവിനാലും അതുപോലെ തന്നെ ദാവൂദ് അലൈഹിസ്സലാമിന്റെ നാവിനാലും നിങ്ങൾ നശിച്ച സമൂഹമാണ് എന്നവർക്ക് പറയേണ്ടി വന്നു. കാരണം അവർ നിർദ്ദേശിക്കപ്പെട്ടതിന് എതിർ പ്രവർത്തിച്ചതാണ്. ഖുർആനും സുന്നത്തും നമ്മളോട് നിർദ്ദേശിച്ചതുപോലെ തൗറാത്തിൽ അവർക്ക് നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതിനോട് എതിർ പ്രവർത്തിച്ചു. മാത്രല്ല കാനൂ ലാ യതനാഹൗന അനിൽ മുൻകർ, അവർ തിന്മകൾ വിരോധിക്കാറുണ്ടായിരുന്നില്ല. വിരോധിച്ചില്ല എന്ന് മാത്രല്ല, കുറെ കാലം വിരോധിക്കാതെ ഇങ്ങനെ നടന്ന ആൾക്കാർ പിന്നെ ഫഅലൂഹു, അവർ തന്നെ ആ തെറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അവര് തന്നെ ആ തെറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഞാൻ എന്റെ കഴിഞ്ഞ ഖുതുബയിൽ ഈ ഭാഗം കൃത്യമായി വിശദീകരിച്ചിരുന്നു. നമ്മുടെ ബെഡ്റൂം മുതൽക്ക്, കുടുംബ വീട് മുതൽക്ക്, കൂട്ടുകുടുംബം മുതൽക്ക്, നമ്മുടെ അങ്ങാടി മുതൽക്ക്, നമ്മൾ പ്രവർത്തിക്കുന്ന ക്ലബ്ബ് വരെയുള്ള എല്ലാ സ്ഥലത്തും, രാഷ്ട്രീയ പാർട്ടി അടക്കമുള്ളിടത്തൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണിത്. നമുക്ക് കൃത്യമായിട്ട് അറിയാം, ക്ലിയർ കട്ടായിട്ട് അറിയാം അല്ലെ, എന്ത് ഈ വിഷയത്തിൽ ശരിയായ സമീപനം ഇതാണ്. പക്ഷെ അതിനോട് നമ്മൾ മൗനം പാലിക്കുന്നു, ഒന്നുകിൽ പേടിച്ചിട്ട്, അല്ലെങ്കിൽ അംഗീകാരങ്ങൾ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് അസൗകര്യമാകുമെന്ന് വിചാരിച്ചിട്ട്. ഒരു കാര്യത്തെ ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും അതിന് സമയം എടുക്കാൻ കഴിഞ്ഞ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി സമയം എടുക്കണം. ഒരു കാര്യം എതിർത്ത് കാരണം ഒറ്റ ഉണ്ടാക്കാൻ പറഞ്ഞല്ലേ കാരണം അങ്ങോട്ട് വർത്താനം പറഞ്ഞിട്ട് അങ്ങോട്ട് ബഹളം ഉണ്ടാക്കി അവിടെ നിന്ന് കലാപാക്കി മാറ്റുള്ളതല്ലേ കാരണം. ഞാനൊരു വ്യക്തിയെ ഒരു വിഷയം ബോധ്യപ്പെടുത്താൻ എന്താണോ ഏറ്റവും നല്ല രീതി എന്നുള്ളത് ആലോചിച്ചിട്ട് അവരോട് പറയാം. നമ്മളെ ഭാര്യനോട് നമ്മൾ പോലീസ് ഭാഷയിൽ ഇങ്ങനെ വർത്താനം പറയലാവൂല. ചിലപ്പോ നമ്മൾ രണ്ടാളുള്ള ഏറ്റവും സന്തോഷത്തിന്റെ സമയത്ത് അവളുടെ മുടിയിടയിൽ വിരൽ പായിച്ച് അവളുടെ ശരീരത്തോട് ചേർത്ത് നിർത്തി ആയിട്ടായിരിക്കും ചിലപ്പോ ആ ഒരു ഉപദേശം കൊടുക്കേണ്ടി വരിക. നമ്മൾ അനിയൻ അല്ലെങ്കിൽ നമ്മൾ അമ്മോശൻ അവിടെ ഒരു മരണാനന്തര ചടങ്ങിൽ നമ്മൾ പങ്കെടുത്തിട്ടില്ലെങ്കിൽ മുമ്പ് പണങ്ങുന്ന ഉറപ്പാണ്. അതൊരു ഹക്കായ കാര്യമല്ലേ. മുമ്പ് പണങ്ങാനാണ് പണങ്ങിക്കോട്ടെ എന്നതല്ല എന്റെ സ്ഥലം. അത് അടുത്തിരുന്നത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കണം. എന്നിട്ട് മുമ്പ് തെറ്റിയാണെങ്കിൽ തെറ്റിക്കോട്ടെ, പക്ഷെ നമ്മൾ തെറ്റൂല. മുമ്പര് എങ്ങനെ തെറ്റിയാലും നമ്മൾ തെറ്റൂല. ഇവിടെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞതാണ് മുമ്പര്. ഞാൻ ബൈക്ക് പോകൂല, അത് വെറും ഭയങ്കര ഡയലോഗാണ്, വലിയ കാര്യം മനസ്സിലായില്ലേ. വിട്ടുവീഴ്ച വഴപ്പോ അസ്പഹവും അല്ലാ തുഹിബൂനായി അവസറല്ലാഹു ലക്കുന്ന, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൂ. വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത ഒറ്റ കാര്യത്തിലുള്ളൂ, ശറഅൻ, ദീന്. ദീനല്ലാത്ത ഏത് കാര്യത്തിലും നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാം. മനസ്സിലായില്ലേ? ദീനല്ലാത്ത ഏത് കാര്യത്തിലും നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാം. അല്ലാത്തത് നമ്മളെ നരസന്റെ ഭൂമി വിട്ടുവീഴ്ച ചെയ്താൽ ആ ഭൂമി അത് ഓല വേലിനുള്ളിലാകുന്നേ ഉള്ളൂ. പക്ഷെ പരലോകത്ത് നമ്മളെ സ്ഥാനം ഉയർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോയിന്റിന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിത പരിസരത്തേക്ക് എടുത്തു വെച്ചിട്ട് ചിന്തിക്കുക. അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും മാറ്റാനുണ്ടോ എന്ന് മനസ്സിലാകുക. ഞാൻ ഈ കാലം വരെ ഈ കാര്യം പറയാതെ ഒളിപ്പിച്ചെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഷോപ്പിലെ മുതലാളിനോട്, അല്ലെങ്കിൽ സ്കൂളിലെ സഹപ്രവർത്തകനോട്, അതല്ലെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളോട്
ഇത് ക്ലിയർ ചെയ്യാത്തതിന്റെ പേരിൽ എനിക്ക് അള്ളാന്റെ ശാപം കിട്ടുമോ എന്ന് നല്ലോണം, കുറച്ചൊന്നുമല്ല വളരെ നല്ലോണം നമ്മളെല്ലാവരും ആലോചിക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രവാചക തിരുമേനിയുടെ സ്വഹാബത്തിന് ചീത്ത പറയുന്നതാണ്. ഞാൻ പൂർണ്ണതയ്ക്ക് വേണ്ടി തന്നെയാണ് അതും ഈ ഒരു വീണ്ടും ഉച്ചരിക്കുന്നത്. മൻ സ്വബ അസ്ഹാബി, എന്റെ സ്വഹാബത്തിന് ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അവന് അള്ളാന്റെ ശാപുണ്ട്, മലായികത്തിന്റെ ശാപുണ്ട്, ജനങ്ങളുടെ മുഴുവൻ ശാപുണ്ട്. എന്താ നമ്മളാരെങ്കിലും അള്ളാഹുന്റെ റസൂലിന്റെ സ്വഹാബത്തിന് ചീത്ത പറയും? ചീത്ത പറഞ്ഞവരുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു ചീത്ത പറഞ്ഞവരുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയുന്നവരുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയുന്നവരുണ്ട്. പച്ചക്ക് പറയുന്നവരുണ്ട്. ഹദീസ് നിഷേധം തലക്ക് കയറിയ പല ആളുകളും അബൂ ഹുറൈറ ജൂതനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളത് വാചികമായി പറയേണ്ട, കുറച്ചൊക്കെ ഇതിൽ കാര്യമുണ്ടെന്ന് ചിന്തിച്ചാൽ ആ നിലപാടിനോട് ചേർന്ന് നിന്നു ഒറ്റ നഷ്ടേ ഉള്ളൂ. അബൂ ഹുറൈറ എന്ന് കേൾക്കുമ്പോൾ ജനകോടികൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആ മഹാമനുഷ്യരുടെ നഷ്ടം വരാനില്ല. അബൂ ഹുറൈറയോട് ദേഷ്യമുള്ളത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അദ്ദേഹത്തിലൂടെയാണ് പ്രവാചകന്റെ ലക്ഷക്കണക്കിന് ചര്യകൾ ഈ സമൂഹത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടതെന്നുള്ളതുകൊണ്ടാണ്. ആ ഇസ്ലാമിന്റെ ആചാരക്രമങ്ങളെയും അനുഷ്ഠാനക്രമങ്ങളെയും തകർത്താൽ ഇസ്ലാം എന്ന മനോഹരമായൊരു വീടിന്റെ ഏറ്റവും അതിന്റെ മനോഹാരിതകളൊക്കെയാണ് നഷ്ടപ്പെടുന്നത്. ഒരു വീടിന്റെ മനോഹാരിതയ്ക്ക് വേണ്ടിയുള്ള സാധനമൊക്കെ എടുത്ത് ഒഴിവാക്കിയാൽ പിന്നെ വീടാരാ നോക്കുക? ഇസ്ലാമിന്റെ ശത്രു മൊത്തത്തിൽ ഇസ്ലാമിനെ പൊളിക്കാൻ കഴിയാതെ വരുമ്പോ അതിന്റെ ഓരോ ഭാഗങ്ങൾക്ക് ഓരോ നിബന്ധന വെച്ചിട്ട് ഇങ്ങനെ തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പൊ അബൂഹുറൈറയോട് അറ്റാക്ക് ചെയ്താല് ആയിഷ ബീവി അറ്റാക്കിൽ ഉൾപ്പെട്ടു, എല്ലാവരും അറ്റാക്കിൽ ഉൾപ്പെട്ടു. ഇനി പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ചീത്ത പറയുന്ന രണ്ടാമത്തെ ഒരു മേഖല എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. യസീദ് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു നന്നായി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലുള്ള ചില പ്രസിദ്ധീകരണാലയങ്ങൾ, ഇസ്ലാമിക പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണ ആലയെന്ന് ഇംഗ്ലീഷിൽ പേരെഴുതി വെച്ച് നല്ല ചില പ്രസിദ്ധീകരണങ്ങളടക്കം കൊണ്ടുവരുന്ന ചില പ്രസിദ്ധീകരണാലയങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ഇസ്ലാമിലേക്ക് രാജഭരണം കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ, അദ്ദേഹമാണ് ഇസ്ലാമിലേക്ക് രാജഭരണം കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. യസീദ് ബിൻ മുആവിയ മദ്യപാനിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. യസീദ് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വളരെ മോശമായ പരാമർശങ്ങൾ ചിലപ്പോഴൊക്കെ ചില മദ്രസ പാഠപുസ്തകങ്ങളിൽ പോലും അത് കയറി കൂടിയിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് യസീദ് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മൻ ഖതല ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആരാണ് കൊന്നത് എന്ന പേരിൽ ഷിയായിസത്തിൽ നിന്ന് പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ഒരു വലിയ പണ്ഡിതന് എഴുതിയ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം സാഹചര്യങ്ങളെ മുഴുവൻ വിലയിരുത്തി, സന്ദർഭങ്ങളെ മുഴുവൻ വിലയിരുത്തിയിട്ട് ആ രക്തത്തിൽ യസീദ് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹുവിന് പങ്കില്ലെന്ന് വളരെ ശക്തമായി സമർത്ഥമായി ബോധിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാനായ യസീദ് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഉസ്തൂലേറി അഥവാ നാവിക സംഘങ്ങളെ നയിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ എന്റെ സമൂഹത്തിൽ നിന്ന് ആദ്യമായി യുദ്ധത്തിന് മറ്റൊരു ദേശത്തേക്ക് പോകും. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിട്ടുണ്ട്. ആരാ നാവിക സംഘങ്ങൾ ആദ്യമായിട്ട് നയിച്ചാണ്? യസീദാണ്. അതിലേറെ വലിയ സർട്ടിഫിക്കറ്റ് എന്താ വേണ്ടത്? യസീദ് ബിൻ മുആവിയ റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ ഇനി വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്തെന്ന് വിചാരിച്ചോളിങ്ങള്. നമ്മളതിന്റെ ശരിയും തെറ്റും നോക്കേണ്ട കാര്യം എന്താ? ഉസ്തൂലുകളേറി ഈ സമൂഹത്തെ നയിച്ചു പോകുന്ന ആദ്യ സംഘത്തിന്റെ നേതാവിന് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ടെന്നാണ്. പിന്നെ നമ്മളെന്തിനൊരു കാര്യം വർത്താനം പറയുന്നത്? അപ്പോ ഈ വിഷയത്തിൽ നേരത്തെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയണവരുണ്ടാകും, അറിയാത്തവരുണ്ടാകും, അബദ്ധം പറ്റിയവരുണ്ടാകും, പറ്റാത്തവരുണ്ടാകും. ഒറ്റ സ്റ്റാൻഡുള്ളൂ, സ്വഹാബത്തിനെ പറ്റി മിണ്ടാൻ നമുക്ക് അവകാശമില്ല. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരെ പറ്റിയിട്ട് മിണ്ടാൻ അവകാശമില്ല. കാരണം റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് അള്ളാഹ് പറഞ്ഞതാണ്. അള്ളാഹ് സർട്ടിഫൈ ചെയ്ത സമൂഹമാണ് അവര്. അതുകൊണ്ട് അവരെ തൊട്ട് മിണ്ടാൻ നമുക്ക് അവകാശമില്ല. നമ്മളെടുത്ത് അങ്ങനത്തെ ഒരു അബദ്ധം വരരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ വന്ന അള്ളാഹിന്റെ ശാപം, മലായികത്തിന്റെ ശാപം, സർവരുടെയും ശാപം ഉണ്ടാകും. മൂന്നാമത് മലായികത്തിന്റെ ശാപം വരുന്നത് എങ്ങനെയാണ്? മൻ അഹ്ദസ ഹദസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. ഒരാളൊരു പുത്തൻ ചര്യ ഉണ്ടാക്കി, ഒരു പുതിയ ചര്യ ഉണ്ടാക്കി, ആ പുതിയ ചര്യ ഉണ്ടാക്കുന്ന ആൾക്ക്
അള്ളാന്റെ ശാപുണ്ട്, മലായിക്കത്തിന്റെ ശാപുണ്ട്, ജനങ്ങളുടെ മുഴുവൻ ശാപുണ്ട്. എങ്ങനെ ഇപ്പൊ പുത്തൻ ചെല്ലുക ഉണ്ടാക്കുക? എനിക്കറിയാം. എന്റെ വല്യമ്മ മരിച്ചപ്പോ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ചെറിയ കുട്ടിയാണ്, ആ നാട്ടിലെ ഒരു കാരനോട് വന്നിട്ട് എന്റെ ഉപ്പാനോട് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മള് കളമ്മാന്റെ പേരിൽ 70,000 ദിക്ർ ചൊല്ലുക. ആ മരണം വരെ ആ നാട്ടിൽ ആ ഒരു പരിപാടി ഇല്ല. അങ്ങനെ 70,000 ദിക്ർ ചൊല്ലി. ഞാനൊക്കെ പോയിട്ടുണ്ട് ആ പരിപാടിക്ക്. നമുക്ക് ഇങ്ങനത്തെ തിരിച്ചറിവും വെളിച്ചോ നന്മയൊന്നുമില്ല. വാപ്പിയും പോയിട്ടുണ്ട് ആ പരിപാടിക്ക്. ജീവിതം മുഴുവൻ അതിന് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്കാറുകൾ ചെല്ലുന്നതിന് ആരും എതിരല്ല. ഒരു ദിവസം മുഴുവൻ ചെല്ലിയാൽ നമ്മുടെ ജീവിതം മുഴുവൻ 24 മണിക്കൂറും ഇങ്ങനെ ഒരു തണല വൃക്ഷത്തിന്റെ താഴെ നിർത്താൻ മാത്രം പോകുന്ന അദ്കാറുകളുണ്ട്. അദ്കാർ സ്വഭാവം കൊണ്ട് തുടങ്ങാണ്. എന്താ? അലസതയിൽ നിന്ന്, ഭീരുത്വത്തിൽ നിന്നൊക്കെ അഭയം തേടിക്കൊണ്ടാണ് പ്രഭാതം തുടങ്ങണത്. മാഷാ അല്ലാഹ്, എന്തൊരു വൃത്തിയുണ്ടാ ജീവിതത്തിന്. അദ്കാർ സ്വഭാവത്തിന്റെ അർത്ഥം നിങ്ങൾ എടുത്തു നോക്ക്. ഓരോന്നിനും ഇടത്തു നിന്നും വലത്തു നിന്നും മുകളിൽ നിന്നും പിന്നിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെ സെക്യൂരിറ്റി ചോദിച്ചുകൊണ്ടാണ്. പഠിത്തവനെ എന്നെ കാക്കണേ എന്ന് ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇടവും വലവും മുന്നും പിന്നും ഒക്കെ കാക്കണേ, അല്ലെ? ലൈനില് പിന്നെ സാധനം വിതരണം ചെയ്യാൻ പോണ ഒരാള്, അല്ലെ പാടത്തേക്ക് അധ്വാനിക്കാൻ പോണ ഒരാള്, അല്ലെ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പോണ ഒരാള്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ ദിക്ർ കൊടുക്കുന്ന സെക്യൂരിറ്റി എത്ര? മനസ്സിന്റെ ഉള്ളില് അതങ്ങോട്ട് സെറ്റാക്കി വെച്ചാലേ സെക്യൂരിറ്റി ആയിട്ട് പഠിച്ചവൻ ആളെ നിർത്തും. അവിടെ ഹഫളത്തിന്റെ മലക്കുണ്ട്, മനുഷ്യന് സുരക്ഷിതത്വം കൊടുക്കുന്ന മലക്ക്, അല്ലെ? അള്ളാഹു ആളെ നിർത്തും. ഒരാളെ രാത്രിയില് ദിക്ർ ചൊല്ലി കിടക്കുകയാണ്. എന്താ ദിക്ർ? രാത്രിയിൽ ആയത്തുൽ കുർസി ഓതിയിട്ടാണ് കിടക്കുകയാണ്. ആയുധം കൊടുത്ത അള്ളാഹു ഒരു മലക്കിനെ നിർത്തും. നമുക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ച്. തലന്റെ ഉള്ളിൽ ചിലപ്പോൾ ദഹിക്കാത്ത ആളുകൾക്ക് ചിലപ്പോ ഈ പറഞ്ഞത് അത്ര ബോധ്യപ്പെട്ടോളന്നില്ല. പക്ഷെ നമുക്ക് മുസ്ലിനബി പറഞ്ഞാൽ മതി, അത് സ്വഹീഹാണ്, സ്ഥിരപ്പെട്ടാൽ മതി, നമ്മളത് സ്വീകരിക്കും. അദ്കാറുകൾ മുഴുവൻ ചൊല്ലിയിട്ടാണ് നിന്നാലേ ആയുധം കൊടുത്തിട്ട് അവിടെ നിർത്തും പഠിച്ചവൻ ആളേന്നാണ്. മനസ്സിലല്ലേ? ഇങ്ങനെ ഈ അദ്കാറുകൾക്കൊന്നും ഇവിടെ ആരും എതിരല്ല. പക്ഷെ മരിച്ചതിന്റെ അടുത്ത ദിവസം, 3-ാം ദിവസം ഒരു 70,000 ദിക്ർ ചൊല്ലി ഹലുവയും തേങ്ങാപ്പൂളും ഒക്കെ കൂടെ കൊണ്ടുവന്ന്, തേങ്ങാപ്പൂളും കുഴപ്പമൊന്നുമില്ല, ഹലുവക്കും കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ കൂടെ കൂടുന്ന ഈ പദ്ധതിക്കാണ് കുഴപ്പം. അങ്ങനെ ചെയ്താൽ അപ്പൊ നമ്മള് അതിപ്പോ ഞാനായിട്ടാക്കിയാലോ മോശല്ലേ, ഞാനൊരു 50 കിലോ അലുവ വാങ്ങി കൊടുക്കാം, ഞാനത് പോണില്ലാന്നേ ഉള്ളൂ. മൻ ആവാ മുഹ്ദസൻ, അതാ പ്രശ്നം. അവിടെ ഒരു വിദേഹത്തിന് നിങ്ങൾ കസേരട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മളൊച്ചൊന്നും ഉണ്ടാക്കണ്ട, ചങ്കെന്ന് സംസാരിക്കൊന്നും വേണ്ട, ഹൃദയത്തൊന്നും സംസാരിക്കണം. അത് എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് സഹകരിക്കാൻ കഴിയില്ല. നിങ്ങൾ വിഷമൊന്നും വിചാരിക്കരുത്. നിങ്ങൾ വല്ല വീട് നിർമ്മാണത്തിന്റെ ഫണ്ടോ എത്തിയും കുട്ടികളെ ഫണ്ടൊക്കെ ചോദിച്ചോളി. അപ്പൊ ഞാൻ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഐക്യം ചെയ്തോളാം, വേണ്ടത് ചെയ്തോളാം. ഈ പരിപാടിയായിട്ട് എനിക്ക് യോജിക്കാൻ പറ്റില്ല എന്ന് സംസാരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ അള്ളാഹുവിന്റെയും അവന്റെ മലായിക്കത്തിന്റെ ശാപം കിട്ടും. എന്താ അങ്ങനെ? ഞാൻ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊരു പെരണ്ടാക്കി, നമ്മളൊരു ദിവസം വന്ന് നോക്കുമ്പോൾ ഒരുത്തം അതിന്റെ ഒരു ചുമരം നിൽക്കാൻ, എന്നിട്ട് എന്തായിരുന്നു വെച്ചു, ഞാൻ ഇവിടെ ഒരു ജനൽ വെക്കുകയാണ് പറഞ്ഞു. അപ്പുറത്തുണ്ട് ഒരുത്തം വേറൊരു വാതിൽ വെക്കുകയാണ്. നമുക്ക് പറ്റുമോ? നമ്മളെ റബ്ബർ 600 തൈയുള്ള റബ്ബർ തോട്ടം, അതിനുണ്ട് ഒരു 10-50 റബ്ബറിന് വെട്ടിയിട്ട്. റബ്ബറിന് ഏതായാലും വിലല്ലോ, അപ്പൊ എനിക്ക് ഗുണം കിട്ടിക്കോട്ടെ കരുതി ഞാൻ അണ്ടി കുഴിച്ചിട്ടാണ് പറഞ്ഞിട്ടോ. നമുക്ക് പറ്റുമോ? അള്ളാന്റെ ദീനി അറിയണത് അള്ള മലക്ക് ജിബിരീലിനെ പറഞ്ഞയച്ചിട്ട് ചൊല്ലി പഠിപ്പിച്ചതാണ്, കാതിൽ ഓതി പഠിപ്പിച്ചതാണ്, ജീവിച്ച് കാണിച്ചതാണ്. 23 കൊല്ലം ഈ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒക്കെ സഹിച്ചതാണ്. ആ ദീനുൽ ഇസ്ലാമിൽ നമ്മളെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇമാം ഷാഫി പറഞ്ഞത്, ഇമാം മാലിക് ഉദ്ധരിച്ചത് എന്ത്? നല്ലതല്ലേ എന്ന് കരുതിയിട്ട് ഒരാൾ ഇസ്ലാമിൽ ഒരു പുണ്യകർമ്മം ഉണ്ടാക്കിയാൽ അവരെന്താണ് ചെയ്യുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അതുവഴി അവൻ വരുത്തി തീർത്തത്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് നല്ല മലയാളത്തിലൊരു പ്രയോഗ. പക്ഷെ സാധാരണക്കാരന് മനസ്സിലാണ് പച്ച മലയാളത്തിൽ വിശദീകരിച്ചതിന്റെ അർത്ഥം എന്താ അറിയോ? പഠിപ്പിക്കേണ്ട കുറെ കാര്യം പഠിപ്പിക്കാതെ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് നമ്മുടെ മുസ്ലിം പോയത് എന്നാണോ ബാധിക്കണത്. ഇസ്ലാം ഒന്ന് പുറത്തു പോകാൻ പിന്നെന്താ വേണ്ടു? ഇപ്പൊ മുസ്ലിങ്ങളെ ഫേസ്ബുക്കിലൊന്ന് ചീത്ത പറഞ്ഞാൽ അല്ല ഇസ്ലാം ഒന്ന് പുറത്തു പോവുക. മുസ്ലിമായി ജീവിക്കാൻ പേര് ഫാത്തിമ കുട്ടി, അബ്ദുറഹ്മാൻ, മുസ്തഫ, താജുദ്ദീൻ എന്നൊക്കെ കരം. പക്ഷെ ആൾ അള്ളാന്റെ അക്കൗണ്ടിൽ അള്ളാന്റെ അടുത്ത് അവന്റെ സ്ഥാനം കാഫറിന്റെ സ്ഥാനോ ഫാസിഖിന്റെ സ്ഥാനോ മുനാഫിഖിന്റെ സ്ഥാനോ അതല്ലെങ്കിൽ മുബദ്ദിഖിന്റെ സ്ഥാനോ ഒക്കെ ആയിരിക്കും അള്ളാഹു കാത്തിരക്ഷിതമാണ്. നമുക്ക് മുഅ്മിനിന്റെ മുസ്ലിമിന്റെ മുഹ്സിനിന്റെ സ്ഥാനമാണ് വേണ്ടത്. അള്ളാഹു അത് സാക്ഷാത്കരിച്ചു തരുമാറാകട്ടെ.
ഇപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഒരിക്കലും ഇത്തരം ചെയ്തികൾക്ക് അഭയം കൊടുക്കുന്നവരായിക്കൂടാ. നോക്കൂ, നിങ്ങൾ പ്രവാചകന്റെ ഹദീസിൽ തന്നെ കാണാൻ പറ്റും. എന്താണ് ഹദസ്, എന്താ പുതുനിർമ്മിതി എന്ന് ചോദിച്ചു പ്രവാചകനോട്. അപ്പൊ പറഞ്ഞു ബിദ്അത്തുൻ തഗയ്യറ സുന്നത്തൻ. ബിദ്അത്ത് ഉണ്ടാക്കുമ്പോൾ സുന്നത്ത് പോകും. ബിദ്അത്ത് ഉണ്ടാക്കുമ്പോൾ സുന്നത്ത് പോകും. ഏത് ബിദ്അത്തുകൾ എടുത്തോളി, കുറെ സുന്നത്ത് കുഴിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഉദാഹരണം, മയ്യത്തിനെ കൊണ്ടുപോകുമ്പോഴുള്ള സുന്നത്ത് എന്താ? മൗനം അവലംബിക്കുക, മനസ്സിൽ മുഴുവൻ പ്രാർത്ഥന കൊണ്ട് നടക്കുക. തന്റെ മുന്നിൽ ആറാളുടെ ചുമലിൽ ആടി ഉലയുന്ന ആ നാലുകാലുള്ള കട്ടിലിൽ കിടക്കുന്ന മനുഷ്യനെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക. ഇന്നലെ രാത്രി ചെയ്ത വേണ്ടാത്ത കാര്യം, ഇന്ന് പകലിൽ ചെയ്ത വേണ്ടാത്ത കാര്യം ഒക്കെ ചെയ്തിട്ട് ഇസ്തിഗ്ഫാർ നടത്തുക. അതവിടുത്തെ സുന്നത്ത്. എല്ലാവരും കൂടി അതുക്കാർ ചെല്ലുമ്പോ ഓനത് മറന്നുപോകും. ചെല്ലണോ ഒരു വിദേശത്ത് ചെയ്യുകയും ചെയ്യും, അല്ലെ? ഇനി നിങ്ങൾ നോക്ക് എന്താണ്, അല്ലെങ്കിൽ മുസ്ലത്തൻ തഗയ്യറ ഖവദൻ. ഒരു ഇസ്ലാമിലെ ഒരു നിയമം നടപ്പിലാക്കേണ്ടിയിരുന്നു, ഒരു വിധി നടപ്പിലാക്കേണ്ടിയിരുന്നു. അപ്പൊ എന്ത് ചെയ്യും? ആ ഒരു ഖിസാസിനെ, ആ ഒരു നടപടിക്രമത്തെ മാറ്റുന്ന സാഹചര്യം ഉണ്ടാകും. ഔനുഹുബ തഗയ്യറ ഹഖൻ. ഔനുഹുബ തഗയ്യറ ഹഖൻ എന്ന് പറഞ്ഞാൽ അഖ്ദുൽ മാൽ അലാ വജ്ഹിൽ മുഖാലഫ, കയ്യേറ്റം ചെയ്ത് സമ്പത്ത് കയ്യിലാക്കുക. ശരിക്കും ഇസ്ലാം ഓരോരുത്തർക്കും അവകാശം കൊടുക്കുക എന്നുള്ളതാണ്. ആ അവകാശം കൊടുക്കുന്നതിന് പകരം അവകാശം തട്ടിയെടുത്താൽ അതിൽ പെടും. അപ്പോ പെങ്ങന്മാരതും അനിയന്മാരതും കാക്കാന്റതും ഉമ്മാന്റതും മക്കളതും ഒക്കെ കയ്യിൽ വാരി കൂട്ടിയിട്ട് അത് കബറ് കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിചാരിച്ചിരിക്കുന്ന സാധുക്കള് നല്ല ആലോചിച്ചോളി. മനസ്സിലായില്ലേ? നല്ലൊരു ആലോചിച്ചോളി. ചിലപ്പോ തലമുറകളായി കിട്ടിപ്പോന്നതേക്കാരം. ആ കാലുകട് പറിക്കുക, ആ വേലിക്കല്ല അപ്പുറത്തേക്കാണ് കുത്തുക. എന്നിട്ട് പറയും, ഞാൻ ഇത് നമ്മളെ വാപ്പയായിട്ട് ചെയ്തതാണ്, വാപ്പാക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് പറയാം. പടച്ചോൻ എന്തെന്നറിയോ? പരലോകത്ത് സ്വർഗത്തില് അത്യാവശ്യം നല്ല ഏക്കറാണ് തന്നോളും. അർളുഹസമാവാസ് വല്ലറും, ആകാശഭൂമിയോളം വിശാലമാണ് സ്വർഗം. അത് കിട്ടണമെങ്കിലേ ചിലതൊക്കെ തിരുത്തേണ്ടി വരും. ചിലതിലൊക്കെ നമ്മള് ചില തിരിച്ചറിവുകളിലേക്ക് സുഹൃത്തുക്കളെ പോകേണ്ടി വരും. ഇനി ആയുധം സുഹൃത്തിന്റെ നേരെ ചൂണ്ടുന്ന ആള്, അവരാണ് മലക്കുകളുടെ ശാപം കിട്ടുക. മൻ അശാറ ഇല അഖീഹി ബിഹദീദത്തിൻ. ഒരു ആയുധം എന്ത് ചെയ്യുന്നു? ഒരാളുടെ നേരെ ചൂണ്ടുന്നു. ഫഇന്നൽ മലായികത തലഅനഹു. മലക്കുകൾ അവനെ ശപിക്കും. ഹത്താ യദഅഹു. ആ ആയുധം ഉപേക്ഷിക്കുന്നത് വരെ. വഇൻ കാന അഖാഹു ലിഅബീഹി വഉമ്മിഹി. സ്വന്തം ജ്യേഷ്ഠനോ അനിയനോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. നമ്മളൊന്നും അങ്ങനെ ചെയ്യൂല. പക്ഷെ ചില ആൾക്കാരൊക്കെ ഉണ്ട്, അരിയിലൊരു സാധനം കൊണ്ട് ഇങ്ങനെ നടക്കും. ഇതിനാ ഇതൊക്കെ ആവശ്യമാണ്, എനിക്ക് ലൈസൻസ് ഉള്ളതാന്നാ പറയാം. പഠിച്ചോന്റെ അടുത്ത് ലൈസൻസ് ഇല്ല, നിയമത്തിന്റെ അടുത്ത് ചിലപ്പോൾ ലൈസൻസ് ഉണ്ടാവും, അല്ലേ? അതൊക്കെ ഒന്ന് നോക്കിയിട്ട് മതി. ഞാൻ പറയും, അതൊക്കെ നോക്കിയിട്ട് മതി, വളരെ ആലോചിച്ചിട്ട് മതി. വിരലും ചൂണ്ടി ചെല്ലാണ് എന്റെ മൂക്കിന്റെ നേരെ. ഈ വിരലിൽ ചിലപ്പോൾ ഒരു ആയുധത്തെക്കാളും ശക്തിയുള്ള ഉപകരണമായി മാറും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളങ്ങനെ ചെയ്യാൻ വിചാരിച്ചതൊന്നല്ല, പക്ഷെ കയ്യബദ്ധത്തിൽ പറ്റിപ്പോയി. അതുകൊണ്ട് ക്ഷിപ്രകോപികളായ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ നന്നായി പേടിക്കണം. ലാ യുശിറു അഹദുക്കും ഇലാ അഖീഹി ബിസ്സിലാഹ്. നിങ്ങളൊരിക്കലും ആയുധം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ നേരെ നീട്ടരുത്. ഫഇന്നഹു ലാ യദ്രി അഹദുക്കും ലഅല്ല ശൈത്താൻ യൻഫു യദിഹി ഫയഖഉ ഫി ഹഫ്ഫത്തിൻ ഫിന്നാർ. നിങ്ങൾക്കറിയില്ല ശൈത്താൻ എപ്പോഴാണ് നിങ്ങളുടെ കയ്യിൽ ഇടപെടുകയെന്ന് നിങ്ങൾക്കറിയില്ല. മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല, എപ്പോഴത് സംഭവിച്ചെന്ന് അറിയില്ല. ശൈത്താന്റെ പ്രവർത്തന മേഖലയെ സംബന്ധിച്ച് ബോധ്യമുള്ളവർക്ക് ഈ പറഞ്ഞതിന്റെ കാര്യം അറിയാം. ശൈത്താൻ പറഞ്ഞാൽ ആകെ ഇങ്ങനെ ചില വസുവാസ് മാത്രം ഇങ്ങനെ ഉണ്ടാക്കി നടക്കണേ ഒരു സാധുവാണ്. ഒരു സിനിമാ ഹാൾ ഉണ്ടാക്കുന്ന പ്രശ്നം കൂടി ശൈത്താൻ ഉണ്ടാക്കൂല എന്നൊക്കെ മലയാളത്തിൽ എഴുതിയവരുണ്ട്. അള്ളാഹുവിற்கு പുറത്തു കൊടുക്കുമാറാകട്ടെ. ശൈത്താൻ നമ്മുടെ ശത്രുവാണെന്ന് ആവർത്തിച്ച് ഖുർആൻ പറഞ്ഞതിന്റെ കാരണം എന്താണോ ആ കാരണം മനസ്സിലാക്കുന്ന ആളുകൾ നല്ലോണം ചിന്തിക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട? അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകണ്ട, അല്ലെ? നമ്മൾ ഇത്തരം ചെയ്തികളിലേക്ക് ഒരിക്കലും പോകേണ്ടതില്ല എന്നുള്ളത് നമ്മൾ മനസ്സിൽ പൂർണ്ണമായി പഠിച്ചു വെക്കുക. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്, യുഖറാ ബൈനഹും ഹത്താ യളരിബ അഹദുഹുമാ അൽ ആഖറ ബിസ്ലാഹിഹി ഫയുഹഖിഖു ശൈത്താനു ളർബതഹു ലഹു. ശൈത്താൻ അടിക്കാൻ വിചാരിച്ചത് ഇവന്റെ കൈക്ക് ശൈത്താൻ എന്ത് ചെയ്യും? ചെയ്യിപ്പിക്കും. അപ്പൊ ശൈത്താന്റെ ലക്ഷ്യം പൂർത്തീകരിക്കും എന്നാണ്. പ്രവാചക തിരുമേനിന്റെ അടുത്തുകൂടെ ഒരാള് ആയുധം തൂക്കിട്ടിട്ട് പോയി.
അപ്പൊ പ്രവാചകൻ പറഞ്ഞു അംസിക് നിന്റെ ആ ആയുധം അത് മൂടിവെക്ക്, അതിന്റെ അറ്റം മൂടിവെക്ക്. നിങ്ങളെ കയ്യിൽ ആയുധം ഉണ്ടെങ്കിൽ അറബിച്ച് അവരായുധം കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരാണ്, തൂക്കിയിട്ട് നടക്കുന്നവരാണ്. അപ്പൊ അതിന്റെ വാളറ്റമൊക്കെ മൂടാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് ഈ വിഷയത്തിൽ വളരെ ഗൗരവപൂർവ്വം വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ പറയാം. ഇവിടെ പറഞ്ഞ 3-4 കാര്യങ്ങളിൽ ഞാൻ എവിടെ നിൽക്കും എന്നുള്ളത് ആലോചിച്ച് ശക്തമായി മുന്നോട്ട് പോവുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സംരക്ഷകനമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നിരന്തരം നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. രാജ്യത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി നാം ഓരോരുത്തരും തിരിച്ചറിയുന്നുണ്ട്. അതില് നമ്മളൊക്കെ നമ്മുടേതായ ഉത്തരവാദിത്തങ്ങൾ സ്വയം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും ഒന്നാമത്തെ കാര്യം ഒരു സംശയമുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ ഇത് പറയല് മാത്രമേ ഉള്ളൂ, അതാ പ്രാർത്ഥിക്കലുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഗൗരവത്തിൽ ചിന്തിക്കണം. ഇതൊന്നിപ്പം നമ്മളെ നാട്ടിലും ഇതൊന്നും അസാധ്യമൊന്നുമല്ല. ഇവിടെ വന്നിട്ട് ഇതൊക്കെ കൂടെ ചെയ്യാൻ ഇവിടുത്തുകാരൊന്നുമല്ല. ഇവിടുത്തുകാരാകുമ്പോഴല്ലേ ബുദ്ധിമുട്ടുള്ളൂ. അല്ലെ, ഗുജറാത്ത് കലാപം ഉണ്ടായപ്പോ 2 ആളുകളെ, കുത്തുബുദ്ദീൻ അൻസാരിയെയും അശോക് മോശിയെയും നമ്മളിപ്പോ കാണുന്നുണ്ട്. അശോക് മോശി ഇങ്ങനെ വാളെടുത്ത് ഉയർത്തിയിട്ട് കുത്തുബുദ്ദീൻ അൻസാരി ഇങ്ങനെ കൈകൂപ്പി കണ്ണിങ്ങനെ പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോകളും ഉണ്ട്. അതിന്റെ അതേ സ്ഥാനത്ത് തന്നെ ഇതേ അശോക് മോശി കുത്തുബുദ്ദീൻ അൻസാരിക്ക് റോസാപ്പ് കൊടുക്കണമുണ്ട്. എന്താ, അവിടെ എന്റെ ഏരിയയിൽ ഹിന്ദു സുഹൃത്തുക്കളെ മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, നിങ്ങളൊക്കെ അങ്ങോട്ട് ചെല്ലിൻ നിറപ്പോ വണ്ടിയിൽ കയറി പോകുന്നതാണ്. നേരത്തെ കിട്ടിയ ക്ലാസ്സും ഒക്കെ കൂടെ ഒരു ഊർജ്ജമായി. തിരിച്ച് നാട്ടിൽ വന്നപ്പോഴേക്ക് അവിടുത്തെ ആൾക്കാരെ ഇവിടെ വിട്ടിട്ട് മൊത്തം തീർത്തിരുന്നു. അപ്പോഴാണ് അശോക് മോശി ആലോചിച്ചത്, എന്റെ അയലോക്കക്കാരായ മുസ്ലിങ്ങളൊന്നും തെറ്റുകാരല്ല, എന്റെ സഹായികൾ മാത്രമാണ്, അവരൊന്നും ഇല്ല, അവരെ കുട്ടികളുമില്ല, എന്റെ മക്കളെ കൂടെ കളിച്ചവരൊന്നും ഇപ്പൊ ഇല്ല. അതയാളെ മനസ്സിനെ നീക്കി, അയാളെ മനസ്സിനെ അത് നന്നായി വേദനിപ്പിച്ചു. അപ്പോഴാണ് അയാൾ തുറന്നു പറച്ചിലുമായി യഥാർത്ഥത്തിൽ രംഗത്ത് വന്നത്. എന്നിട്ട് കുത്തുബുദ്ദീൻ അൻസാരിയെ സ്വന്തം ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് വിളിക്കാൻ അയാള് ഒരു റോസാപ്പൂ കൊടുത്തത് പ്രതീകാത്മകമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ. നമ്മളൊക്കെ നാടിന്റെ ഇത്തരം അവസ്ഥകൾ തന്നെയാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ നാടിനെ വേണമെങ്കിൽ കലാപകലുഷിതമാക്കാം. മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടാവും പലരിടത്തും, നമുക്കറിയാവുന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു ദൗത്യമുണ്ട്. ഒന്ന്, ഇപ്പൊ ഡൽഹിയിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നെഞ്ചുരുകി നമ്മൾ പ്രാർത്ഥിക്കണം. ഒറ്റപ്പെട്ട കുട്ടികളുണ്ട്, വിധവകളുണ്ട്, ഇപ്പോഴും ജഡങ്ങൾ ഒരു പക്ഷെ തിരിച്ചു കിട്ടാത്തതുണ്ടാവും, പ്രക്ഷുബ്ധാന്തരീക്ഷങ്ങൾ നിലനിൽക്കുന്നു. നമ്മളൊക്കെ സുഹൃത്തുക്കൾ അത്തരം ഏരിയകളിൽ വ്യത്യസ്തമായ രീതിയിൽ അവർക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രവും സംഗതിയൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഏരിയകളിലൊക്കെ പോയ ചില സുഹൃത്തുക്കളെയൊക്കെ ഇന്നലെ നമുക്ക് ഫോണിലൊക്കെ സംസാരിക്കാൻ പറ്റിയിരുന്നു. അവർക്കൊന്നും വർത്താനം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വർത്താനം പൂർത്തിയാക്കാൻ കഴിയാത്തത്ര പ്രശ്ന കലുഷിതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അവരെ സാമ്പത്തികമായി സഹകരിക്കാനുള്ള ചില സാമ്പത്തിക സമാഹരണ പദ്ധതികൾ അടുത്ത ആഴ്ചയോടുകൂടെ നമുക്ക് എടുക്കേണ്ടതുണ്ട്. അതിലും നമ്മളെല്ലാവരും സഹായിക്കണം. ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ച പല സംഘടനകളും കൂട്ടായ്മകളും ഒക്കെ ഉണ്ട്. അവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എത്ര കൊടുത്താലും മതിയാകാത്ത വിധം കോടികളുടെ നഷ്ടമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. രണ്ടാമത്തെ ഒന്ന്, ഇപ്പോ ഇവിടെ ആവശ്യമുള്ളത് കമ്മ്യൂണിക്കേഷനുകളാണ്. നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കളായിട്ടുള്ള തുടർച്ചയായ സംഭാഷണങ്ങൾ ആവശ്യമാണ്. കാരണം അവരൊക്കെ ഓരോ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഉള്ളിൽ കയറ്റിയിട്ട് അത്രയും വിചലിതമായ ആശയങ്ങളാണ് ഓരോ ദിവസവും അങ്ങനെ ഇൻജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഉദ്യോഗസ്ഥരെ വെച്ച് വലിയ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്നാണ് ഇപ്പോ ഈ വിഷയത്തിൽ നടത്തുന്ന പ്രയോഗം. ഈ കാര്യം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അത്ര ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് നമ്മളെ അയലോക്കക്കാരനോട് ഇസ്ലാം പറയാന്നുള്ളത് നമ്മൾ ഓരോരുത്തർ ഏറ്റെടുത്താൽ ഈ പ്രശ്നമൊക്കെ തീരും. അപ്പോൾ ചോദിക്കും, എന്താ നമ്മൾ കുട്ടി അങ്ങനെ, എന്താ ഇക്കാക്ക് അങ്ങനെയെന്നൊരു ചോദിക്കും. അറിയാത്ത കാര്യം നമ്മൾ അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇതിന്റെയൊക്കെ ഭാഗമാണ് ഇന്ന്, നാളെ, മറ്റന്നാൾ 3 ദിവസം കേരളത്തിലെ പൊതുനിരത്തുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, എയർപോർട്ടുകൾ, ജംഗ്ഷനുകൾ,
അതുപോലെ തന്നെ അങ്ങനെ മുസ്ലിം സുഹൃത്തുക്കൾ അവരുടെ വീട്ടിൽ പോയി കണ്ടിട്ടൊക്കെ ഉള്ള ഒരു സന്ദേശ രേഖ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഞാനുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പ്രതിഷേധം എന്ന് പറയുന്നത് റോട്ടിലെ മുദ്രാവാക്യം മാത്രമല്ല, റോട്ടിലെ മുദ്രാവാക്യത്തിലേക്ക് ഇനിയും ഇറങ്ങേണ്ട കുറെ ആളുകളുണ്ട്. ഷാഹീൻ ബാഗ് പ്രതീകാത്മക സമര ചത്തുരങ്ങളിലേക്ക് ഇനിയും കയറി വരേണ്ട കുറെ ആൾക്കാരുണ്ട്. അവര് വരാത്തിന്റെ കാരണം എന്താ അറിയോ? അവർ വിചാരിച്ചത് അവർ സേഫാണെന്നാണ്. ഈ ലഘുലേഖ സംസാരിക്കുന്നത് CAA പ്രൊട്ടക്ഷൻ ആണെന്ന് വിചാരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയോടാണ്. അതുകൊണ്ട് അവർക്ക് ഇത് കൊടുക്കണം, അവരോട് സംസാരിക്കണം. അതിന്റെ ഏറ്റവും അടിഭാഗത്ത് ഒരു QR കോഡ് കാണാം. നിങ്ങളെ ഫോണിൽ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അതിലൊരു ഡോക്യുമെന്ററിയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്തരം വിഷയങ്ങൾ വിശദീകരിക്കുന്ന ഡോക്യുമെന്ററിയും കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ ലഘുലേഖ ഇവിടെ എത്തിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. എല്ലാ ആളുകളും മാക്സിമം സ്ഥലങ്ങളിലേക്ക് ചെന്ന് ഇത് കൊടുക്കുകയും അവരുടെ വീഡിയോ സന്ദേശങ്ങളടക്കം ഷൂട്ട് ചെയ്ത് അത് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് എത്തിക്കുകയും വേണം. ഞങ്ങൾ ഒന്നാണെന്നും എന്നും ഒന്നുമായിരിക്കുമെന്നും അവരും നമ്മളും ഒക്കെ ഒന്നിച്ച് പ്രഖ്യാപിക്കണം. 11 കുടുംബങ്ങളെ രക്ഷിക്കുന്നതിനിടയിൽ തീപ്പൊള്ളലേറ്റ ഒരു ഹിന്ദു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഡൽഹിയിലെ ആശുപത്രിയിൽ കഴിയാണ്, മരണത്തോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇന്നലെ ഓൺലൈൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാഹു ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ എന്ന് നമുക്ക് നെഞ്ചുപൊട്ടി ഈ ഒരു സന്ദർഭത്തിൽ തീർച്ചയായും പ്രാർത്ഥിക്കാൻ കഴിയണം. വളരെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലൂടെ പോകുമ്പോഴും 60-70 കുടുംബങ്ങളെയാണ് ഒരു 3-4 വീട്ടുകാര് അവരുടെ വീട്ടിന്റെ ഉള്ളിൽ കയറ്റി സംരക്ഷിച്ചത്, ജാതി നോക്കി തെരഞ്ഞ് ക്രൂരമായി ദ്രോഹിച്ചപ്പോൾ. അപ്പൊ ഇവരൊക്കെ വിശ്വാസത്തിലെടുക്കണം. നമ്മൾ ഇവരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാതെ ഇതൊരു മുസ്ലിം പ്രശ്നമാക്കി മാത്രം പരിമിതപ്പെടുത്താൻ ശ്രമിക്കുന്നവർ അവരൊരിക്കലും നീതി അർഹിക്കുന്നില്ലെന്ന് ഞാൻ വീണ്ടും പറയാം. അവരെ പറ്റി എല്ലാ കുട്ടികളും ഒരു വാക്യം പറയുന്നുണ്ട് അല്ലേ? അവരോട് അവരോട് കുറച്ചൊരു മനസ്സിലൊരു കുറച്ചൊരു ആശയപരമായ അമർഷം എനിക്കുണ്ട്. ഇത്തരം ഒരു പ്രക്ഷുബ്ധ അവസ്ഥയിലും ഇതിനെ അപക്വമായി ഒരിക്കലും നമ്മൾ കൈകാര്യം ചെയ്തുകൂടാ എന്ന് ഓരോരുത്തരെയും വീണ്ടും ഉണർത്താനും ഉത്ബോധിപ്പിക്കാനും ഈ ഒരു സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു നമ്മുടെ മുന്നേറ്റങ്ങൾക്ക് വിജയം നൽകുമാറാകട്ടെ. ഈ ഒരു പൗരസമ്പർക്കം ജനലക്ഷങ്ങളിലേക്ക് എന്നുള്ള പരിപാടിയിൽ ഏതെങ്കിലും ഒരർത്ഥത്തിൽ പങ്കെടുക്കാത്ത ഒരു മെമ്പറും ഉണ്ടാകരുതെന്ന് മെമ്പർമാരോട് പ്രത്യേകിച്ച് ഞാൻ പറയാം. നമ്മുടെ അനുഭാവികൾ ഏറെ ഈ പള്ളിയിലുണ്ട്, നിങ്ങളൊക്കെ അതുവരെ സഹകരിക്കണം. ആ ഒരു സംരംഭം ഒരു മെസ്സേജാണ് ഓരോരുത്തർക്കും. അതിൽ ചില ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകം. ആ ലഘുലേഖ കണ്ട ആളുകൾക്കറിയാം. ആ ഭാഗം വിരലിൽ വെച്ചവർക്ക് വായിച്ച് കേൾപ്പിക്കണം. ഫുള്ള് ഇതൊക്കെ കൂടെ വായിക്കുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ലഘുലേഖ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഇത്തരം വിഷയങ്ങളിൽ സഹകരിക്കുക. അള്ളാഹുവിന്റെ യഥാർത്ഥ മോമിനിങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ അനുഭവിക്കുന്ന എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും നീ മോചനം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തെമ്പാടും പീഡനം അനുഭവിക്കുന്ന ആളുകൾക്ക് നീ അതിൽ നിന്ന് രക്ഷയുടെ തുരുത്തുകൾ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ആത്മബന്ധങ്ങളെ ഞങ്ങളുടെ രാജ്യത്ത് നീ ഇനിയും നിലനിർത്തുന്ന റഹ്മാനെ. ഇനിയും 1000 ആണ്ടുകൾ ഈ നാട്ടിൽ ഇസ്ലാമിക ദഅവത്തിന്റെ ഉജ്ജ്വലമായ ശബ്ദമുയർത്തി വ്യക്തി സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറകൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ശത്രുക്കൾ ആരാണെന്ന് നിനക്കറിയും. ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ ആരാണെന്ന് നിനക്കറിയും. അവരുടെ കയ്യിലാണ് താക്കോല്. അവരെ നീ തകർത്ത് തരിപ്പണമാക്കണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه ربنا وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين. الحمد لله رب العالمين.